മണ്ടോദരി മാം, സാധാരണ സിനിമകളിൽ യക്ഷികൾ വെള്ള സാരിയൊക്കെ കൊടുത്തിട്ടാണ് അപ്പിയർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചുവന്ന സാരി കൊടുത്ത യക്ഷിയും അതോടൊപ്പം തന്നെ ചില സീനുകളിൽ ജീൻസ് ഇട്ടിട്ടുള്ള യക്ഷിയെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഡാൻസ് സീക്വൻസ് ഒക്കെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ആക്ച്വലി വൈറ്റ് സാരി യക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീശയാണ് അല്ലേ? നമ്മള് ആരെങ്കിലും ഒരാൾ അതിനൊരു മാറ്റം കൊണ്ടുവരണമല്ലോ. അതെ, അപ്പോൾ ആക്ച്വലി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൊയ്തു സാറിൻ്റെ സജഷൻ ആയിരുന്നു അത്. അപ്പോൾ അത് എങ്ങനെ വർക്കൗട്ട് ആവുമെന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ വന്നു അല്ലേ സാറേ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സാറിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ലൈക്ക് എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂമിന് വേണ്ടി നമ്മൾ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി, ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ കോസ്റ്റ്യൂമിന് വേണ്ടി കുറെ നാള് കളഞ്ഞിരുന്നു അല്ലേ സാറേ? നമ്മള് എൻ്റെ ഒക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന സിനിമകളിലൊക്കെ യക്ഷികള് വെള്ളസാരിയാണ്. എന്തിനാ യക്ഷികൾക്ക് അങ്ങനെ ഒരു യൂണിഫോം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഒരു മാറ്റം ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചു, പ്രൊഡ്യൂസർ നമുക്ക് കളർ മാറ്റാം, ഒരു വെറൈറ്റി യക്ഷി വരട്ടെ. പക്ഷെ അത് ആ പടം വരുമ്പം, പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയുള്ള യക്ഷികളൊക്കെ ചോപ്പ് സാരി ആയിരിക്കും. സാർ എന്ത് കണ്ടന്റ് ആണ് ഇപ്പൊ യൂത്തിന് കൊടുക്കാൻ പറ്റുന്ന എന്ത് കണ്ടന്റ് ആണ് സാർ ഈ സിനിമയിലുള്ളത്? പടത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, അതുണ്ട്, ഉണ്ണിസാരമുണ്ട്. പിന്നെ മനോഹരമായ 2 പാട്ടുകളുണ്ട്. ആ പാട്ടിൽ പ്രസൂണിൻ്റെയൊക്കെ ഡാൻസ് നിങ്ങൾ കാണണം. യക്ഷിയുടെ ഒരു ഡാൻസ് ഉണ്ട്, സ്വരൂപിൻ്റെ യക്ഷിയും, അതായത് നമ്മുടെ നായകനും നായികയും തമ്മിൽ ഒരു ഡാൻസ് ഉണ്ട്. ആ ഡാൻസൊക്കെ യൂത്ത് ഏറ്റെടുക്കും, ഉറപ്പാണ്. പിന്നെ അങ്ങോട്ടുള്ള കാലത്ത് കോളേജ് തരംഗമായിരിക്കും ഈ പാട്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് സ്റ്റെപ്പ് വേണമെങ്കിൽ എടുക്കാം അവർക്ക്. അത് വേണ്ട. ഓ ആ അപ്പം ഈ പടം എന്ന് പറഞ്ഞത് ലൈക്ക് നമ്മളെ പ്രൊഡ്യൂസർ സാറ് പറഞ്ഞല്ലോ, ഇതൊരു ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും. ലൈക്ക് എനിക്കൊന്ന് മലയാള സിനിമയിലെ ആദ്യത്തെ ടെക്നോളജി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും സാറേ. ട്രailer കണ്ടപ്പോ മണ്ടോദരി മാമിന്റെ ഒരു യക്ഷി ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, ആ ചിരി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഹിറ്റാണ് മണ്ടോദരി, ഒന്ന് ചിരിച്ചു കൊടുക്കും. ആക്ച്വലി എനിക്ക് ചുമയുള്ളതുകൊണ്ട് ശരിയാവും. കുഴപ്പമില്ല. ആ ഹൊറർപ്പടം കണ്ടേ ടെൻഷൻ തുരു മാറിയിക്കില്ല. എന്ത് തേങ്ങയോടോ ഞാനത് കാട്ടിക്കൂട്ടി. എന്താ സംഭവിച്ചെന്ന് ഇപ്പം എനിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഉഗാണ്ട പടം അതേപോലെ എടുത്ത് ഇവിടെ ചെയ്തതാ. ഉഗാണ്ടയിൽ ആ പടം ഭയങ്കര വിജയമാണല്ലോ. ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഉഗാണ്ട ചെയ്തത് നല്ല സംവിധായകനാ, ബുദ്ധിയുള്ള സംവിധായകനാ. ഉഗാണ്ട സിനിമയിൽ ഒരു മാറ്റവും ഇനി വരുത്തിയിട്ടില്ല. അല്ല, വരുത്തിയെന്ന് ചോദിച്ചാൽ പിന്നെ ഇനി എന്ത്? എൻ്റെ ബായിന്ന് 90 കോടിയാ. ഇനി മനസ്സിലാക്കണോ, ഞാൻ അന്നേരെ പറഞ്ഞിട്ടുണ്ട് മൊയ്തൂക്കാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് ഇനി. സാറേ, നമുക്ക് ഇതിൻ്റെ നഷ്ടം തീർക്കാൻ പെട്ടെന്ന് നമുക്ക് മറ്റൊരു പടം ചെയ്താലോ? എന്നെ കൊണ്ട് പറയാതെ കഴിഞ്ഞാ മറ്റേ ബുൾഗാൻ താടി.